ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ മലയാള സെക്കൻഡും ഫസ്റ്റും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ മലയാളം ഫസ്റ്റിലെ ലക്ഷ്മണ സാന്ത്വനം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. നിങ്ങൾ ഒരുപാട് കമൻറ്റുകളൊക്കെ ടീച്ചർ കണ്ടിരുന്നു. അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണോടാ, പഠിച്ചു തീർക്കണം. ഓണപരീക്ഷ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? ഓണപരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം സെറ്റായി തയ്യാറായിട്ടിരിക്കുകയാണോ നിങ്ങൾ? ഏതൊക്കെ പാഠഭാഗങ്ങളുണ്ട്, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയോ? നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് വേഗം ഒന്ന് പരീക്ഷ വന്നാൽ മതിയേ എന്ന് ആലോചിച്ചിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം, അല്ലെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെ എൻ്റെ ഒരുപാട് സമയം പോയി എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നാളെ നീളെ അല്ലേ, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, അതിൻ്റെ പിറ്റേന്ന് പഠിക്കുക, ഇനിയും ദിവസം ഉണ്ടല്ലോ അല്ലേ, സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ എങ്ങോ നടക്കുന്ന പരീക്ഷയ്ക്ക് എന്തിനാണ് വെറുതെ ഞങ്ങളിങ്ങനെ കത്ത് കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഓഗസ്റ്റ് ആയി അല്ലേ, ഓഗസ്റ്റ് 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി അങ്ങനെ ഷടപടയുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ ഓണപരീക്ഷയിൽ കൊണ്ടുപോയി എത്തിക്കും. വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോടാ? നമ്മൾ തന്നെ പഠിക്കണ്ടേ അല്ലേ? പഠിക്കാതെ നമ്മളുടെ കാലത്തെ, ഈ പുതിയ കാലത്ത് നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ലടാ. പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. പിന്നെ ചില ആൾക്കാരൊക്കെ പറയും എന്ത്, തോറ്റവർ ചരിത്രം കുറിച്ചിട്ടുണ്ട് അല്ലേ, തോറ്റവർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. ശരിയാണ് അല്ലേ, വളരെ ചുരുക്കം ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തോറ്റ ആളുകളും ചരിത്രം കുറിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ വെറുതെ വീട്ടിലിങ്ങനെ മടിപിടിച്ചിരുന്നിട്ട് ചരിത്രം കുറിച്ചതാണോ? അല്ല, ഈ തോറ്റ ചരിത്രം കുറിച്ച ആളുകളും അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടുണ്ടടാ. ഓക്കെ, അപ്പോൾ കഷ്ടപ്പെടാതെ പഠിക്കാതെ നമ്മൾ ശ്രമിക്കാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലേ എഴുതാൻ പറ്റുള്ളൂ, നമ്മളുടെ SSLC എക്സാം ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അതാണെങ്കിൽ എല്ലാവരും നന്നായി പഠിച്ച് എഴുതുന്ന കാലവുമാണ് അല്ലേ. നമ്മൾ പഠിക്കാതിരുന്നാൽ നമുക്ക് മാത്രം നഷ്ടം എന്നല്ലാതെ വേറെ ആരും എന്ത് ചെയ്യാൻ വരില്ല, അത് എഴുതി തരാനോ അതിൽ നമ്മളെ കൂടെ സങ്കടപ്പെടാനോ ഒന്നും വരില്ല. ഇപ്പം നമുക്ക് എന്താണ്, നമ്മളുടെ അല്ലേ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട് അല്ലേ, നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതുപോലെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മളെ മുമ്പിലുണ്ട്. എന്നിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ നമ്മളൊന്നും ശ്രമിക്കുക പോലും ചെയ്യാതെ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ അല്ലേ, അത് നമ്മളുടെ മാത്രം പോരായ്മയായിരിക്കും അല്ലേടാ. അപ്പം അങ്ങനെ ഒരു സങ്കടമൊന്നും നമുക്ക് വരാതിരിക്കണമെങ്കിൽ അല്ലേ, ഇനി എന്ത് ചെയ്യണം, ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ. നമ്മൾ പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ അല്ലേ. പഠിക്കാതെ നമുക്കൊന്നും നേടാനാവില്ല. നമ്മൾ ഇപ്പം മുതൽ എന്ത് ചെയ്യണടാ, നമ്മുടെ ലൈഫിൽ ഒരു ഗോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങണം അല്ലേ. നമ്മൾ എന്താവണം, ആരാവണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, നമ്മൾ സ്വപ്നം കണ്ടൊക്കെ തുടങ്ങണം. ഓക്കെ, ആ സ്വപ്നങ്ങൾക്കൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആവാനോ അല്ലെങ്കിൽ എന്താവാനോ നമുക്ക് ആഗ്രഹമുള്ള ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അവിടേക്ക് എത്തേണ്ട ആദ്യത്തെ വഴിയാണെന്ത്, നമ്മളുടെ SSLC എക്സാം. ഇതിന് കിട്ടുന്ന മാർക്കിനനുസരിച്ചിരിക്കും നമ്മൾ +1 +2 ഏത് വിഷയം നമ്മൾ തിരഞ്ഞെടുക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുക അല്ലേ. അപ്പോൾ +1 +2 നമ്മൾ എടുക്കുന്ന വിഷയത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഹയർ സ്റ്റഡീസ് അല്ലേ, അതിനുശേഷമുള്ള പഠന മേഖല ഏത് രീതിയിലേക്കാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളത് പോലെ SSLC എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു വലിയ വഴിത്തിരിവ് തന്നെയാണ് അല്ലേ. അതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എന്താണ് നാളെ പഠിക്കാം മറ്റന്നാൾ പഠിക്കാം അല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനെ 100,000 ആകുല ചിന്തകളിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്നുണ്ടാവാം. ഈ ചിന്തകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളല്ല അല്ലേ. കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള കുട്ടിയും ആവാം. ചിലപ്പോൾ നന്നായില്ലേ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50-60 കുട്ടികളുണ്ടെങ്കിൽ അത്രയും കുട്ടികൾ എന്താണ് വ്യത്യസ്തരാണ് അല്ലേ. ചില കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളായിരിക്കാം, ചിലർ ആവറേജ് ആയിരിക്കാം, ചിലർ അല്ലേ ബിലോ ആവറേജ് ആയിരിക്കാം. ഇങ്ങനെ പല 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 കാറ്റഗറിയിലുള്ള കുട്ടികൾ എവിടെ ഉണ്ടാവുക, നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതി അല്ലേ. സൈലത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? സൈലം കണ്ട് കേട്ട് പഠിച്ചവരാണല്ലോ നിങ്ങൾ അല്ലേ. സൈലം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരീക്ഷയിൽ മുമ്പ് വന്നിട്ടും അല്ലെ നിങ്ങൾ പഠിച്ചിട്ടും ഒക്കെ പ്രൂവ് ചെയ്ത ആളുകളാണല്ലോ നിങ്ങൾ അല്ലേ. അപ്പോൾ
ആ സൈലത്തിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മുറുകെ പിടിക്കുക, ഉറച്ച വിശ്വാസത്തോടു കൂടെ അല്ലേ സൈലത്തിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചേർന്ന് നിൽക്കാമെന്ന് മാത്രമല്ല സൈലം നിങ്ങളെയും കൂടെ എന്ത് ചെയ്യാണ്, ചേർത്ത് പിടിക്കാൻ പോവാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നത് ഒരു റിവിഷനെ കുറിച്ചാണ് കേട്ടോ, ഒരു റിവിഷൻ ബാച്ചിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരു കിഡിലോസ്കി സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ളൊരു റിവിഷൻ ബാച്ചിനെ കുറിച്ചാണ് കേട്ടോ. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചിന്തകളും ടെൻഷൻസും അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല മാർക്ക് വാങ്ങണോ, ഏറ്റവും പുറകിലേക്കുള്ള കുട്ടികൾക്ക് മാത്രമല്ല, ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ, ഏത് നിലവാരത്തിലുള്ള പഠന മേഖലയിലൂടെ അല്ലെങ്കിൽ പഠന രീതിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലോ നിങ്ങൾക്കുള്ള എല്ലാ സഹായവുമായിട്ട് ആര് വരികയാണ്, സൈലം വരികയാണ്. ഓൾറെഡി നമുക്ക് ഒരുപാട് ബാച്ചുകളുണ്ട്. സൈലത്തിൻ്റെ അസ്ത്ര 3.0 എന്ന് പറയുന്ന അടുത്തൊരു ബാച്ച് ഏകദേശം നമുക്ക് അഡ്മിഷനൊക്കെ ഫുള്ളായി കഴിഞ്ഞു കേട്ടോ, ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന ടെൻഷനും കാര്യങ്ങളും, നന്നായി മാർക്ക് വാങ്ങണം, നന്നായിട്ട് എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ മക്കളുടെ അഡ്മിഷനൊക്കെ ഉറപ്പാക്കുക. അപ്പോൾ എന്തിനാണ് ടീച്ചർ ഇപ്പോൾ ഇത്രയും കാര്യമായിട്ടൊക്കെ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, സൈലത്തിനെ കുറിച്ച് അറിയാം, സൈലത്തിൻ്റെ ക്ലാസ്സുകൾ അറിയാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ കുറേ പ്രത്യേകതകളല്ലേ നമ്മൾ ഏകദേശം ഇപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ വൈകിയ ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ് എന്ത് ചെയ്യുന്നത്, സൈലം ഈ പറയുന്ന ബാച്ചിലൂടെ എന്ത് ചെയ്യുന്നത്, മക്കളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളുടെ ബാച്ചിന്. അതായത് അപ്പം നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമുക്ക് മിസ്സായി അല്ലേ, നമ്മൾ സങ്കടപ്പെടുത്തുന്ന, ഭയപ്പെടുത്തിയ അല്ലേ, നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഭീതിയോടെ നിർത്തിയിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾക്ക് നമ്മൾ കേരളം സാക്ഷിയായി അല്ലേ. അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് സ്കൂളുകൾ മിസ്സായിട്ടുണ്ട് അല്ലേ, ഈ മഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവസാനം ഒരു ദിവസം നമ്മൾ പരീക്ഷ എഴുതണം അല്ലേ, ഈ ദുരന്തവും ഇതൊക്കെ നമ്മൾ അതിജീവിക്കും, ഇതൊക്കെ നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷ എന്തായാലും നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റെക്കായി നിന്ന് പോകാൻ പാടില്ല അല്ലേ, നമ്മൾ ഒരിടത്ത് ഇങ്ങനെ നിലച്ച് നിന്ന് പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് നമ്മൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം അല്ലേ. പഠനവും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഇവിടെ ഒന്നും പേടിച്ച് നിൽക്കാൻ പാടില്ല നമ്മൾ അല്ലേ. അപ്പോൾ തീർച്ചയായും നമുക്ക് പരീക്ഷയൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നൊന്നും അവിടെ ഒരു കാരണമല്ല അല്ലേ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മളുടെ പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ റിവിഷൻ ബാച്ച് കൊണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഉപകാരമുണ്ടാവാൻ പോകുന്നത് അല്ലേ. നമുക്ക് ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും, മുഴുവൻ വിഷയങ്ങളുടെയും എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യാണ്, നിങ്ങൾ റിവിഷനായിട്ട് കേട്ടോ എല്ലാ ക്ലാസ്സുകളും മക്കൾക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമിൽ, ഏറ്റവും ലളിതമായ രീതിയിൽ മക്കൾക്ക് ഒറ്റ തവണ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ നോട്ടുകൾ, കോണ്ടൻറ്റുകൾ, അതേപോലെ എന്താണ് പോൾ വീഡിയോസ്, അതേപോലെ PYQ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഒരുപാട് സാധ്യതകളാണ് എന്ത് ചെയ്യുന്നത് ഈ റിവിഷൻ ബാച്ചിലൂടെ മക്കളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്ന ഒരു സംരംഭത്തിലൂടെ എന്ത് ചെയ്യുന്നത്, സൈലം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതായത് നമ്മളുടെ ഓരോ വിഷയത്തിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയുമാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ നോട്ട്സ്, ഷോർട്ട് നോട്ടുകൾ എന്ത് ചെയ്യാണ് നമുക്ക് പെട്ടെന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെ ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്ന പേരിലൂടെ എന്ത് ചെയ്യാണ് മക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എന്താണ് ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണോ വിചാരിച്ചത്? അല്ല, ഈ ഇൻസ്റ്റാ ലേണും എല്ലാ കാര്യങ്ങളും മക്കൾക്ക് എവിടം വരെ ഉപയോഗിക്കാം, നമ്മളുടെ പബ്ലിക് എക്സാം വരെ അല്ലേ, നമ്മളുടെ ഓരോ വിഷയത്തിൻ്റെയും ലാസ്റ്റ് എക്സാം വരെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കൾ ഓർത്ത് വെക്കുക. നമ്മൾ ഓണപരീക്ഷയിൽ നിന്നാണ് ഇങ്ങോളം വന്നത് അല്ലേ. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ സൈലം മക്കൾക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളത് ഏറ്റവും നിറഞ്ഞ സന്തോഷത്തോടു കൂടെ നിങ്ങൾ സ്വീകരിക്കണം അല്ലേ. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷനൊക്കെ ഉറപ്പാക്കുക. ഏറ്റവും നല്ല മാർക്ക് നമുക്ക് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത ആളുകളാണ് നിങ്ങൾ, ഫ്രണ്ട്സൊക്കെ എങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറയണം, നമ്മുടെ അഡ്മിഷനിൽ തീരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. നമുക്ക് അടിപൊളിയായി ഉഷാറായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളിന്ന് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന നമ്മളുടെ മനോഹരമായ ഒരു കവിതാഭാഗമാണ്. ഏതാണ്, അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതാഭാഗമാണ്. ഓൾറെഡി നമുക്ക് സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് ഓൾറെഡി മക്കൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ, അമ്മത്തൊട്ടിൽ എന്താണ് പറഞ്ഞു ടീച്ചർ, കവിതയാണെന്ന് പറഞ്ഞു. ആരെഴുതിയതാണെന്ന് അറിയാമോ? ആരാ എഴുതിയത്? റഫീഖ് അഹമ്മദ് ആണ് അല്ലേ. റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ കവിതയായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എവിടെ നിന്നാണ് ചോദ്യം ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഓരോ വരികളും എന്താണ്,
അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളുമാണ്. ഓരോ വർഷവും എന്ത് ചെയ്യും, ഇന്നതേ ചോദിക്കൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ വരികളും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന നമ്മളുടെ കവിതാഭാഗം. ഓക്കെ, എന്തിനെ കുറിച്ചാണ് ഈ കവിത പറയുന്നതെന്ന് അറിയാമോ? എന്തിനെ കുറിച്ചാണ്? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, പലതരം വെല്ലുവിളികളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വൃദ്ധരായ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്? വൃദ്ധരായിട്ടുള്ള പ്രായമുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്ന് പറയുന്നത് പുതിയ കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അല്ലേ? നമുക്കറിയാം, നമ്മളുടെ കേരളത്തിൽ എല്ലാ ആളുകളും ഇപ്പോൾ പഠിച്ച് അല്ലേ, ഹയർ സ്റ്റഡീസൊക്കെ അല്ലേ പുറത്തേക്ക് പോകുന്ന ആളുകളാണ്. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരില്ല അല്ലേ? അവരവിടെ തന്നെ എന്ത് ചെയ്യുന്നു, ജോലിയാക്കി അവിടെ തന്നെ അവർ സെറ്റിൽ ആവുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അച്ഛനമ്മമാരെന്ത് ചെയ്യുന്നു, അവർ വീട്ടിൽ തനിച്ചായിരിക്കും അല്ലേ? പ്രായമൊക്കെ ആവുന്ന സമയത്ത് അവരൊറ്റയ്ക്കായിരിക്കും. ചില സമയത്ത് എന്ത് ചെയ്യുന്നു, അവരെല്ലാ സൗകര്യങ്ങളോടും കൂടിയ 5 സ്റ്റാർ ഫെസിലിറ്റികളോട് കൂടിയിട്ടുള്ള വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റുന്നത് കാണാം. അതേപോലെ മക്കൾ അച്ഛൻ്റെ അമ്മേൻ്റെ സ്വത്തുക്കളൊക്കെ തട്ടിപ്പറിച്ചെടുത്ത് അവരെ റോഡിൽ ഉപേക്ഷിക്കുന്ന അല്ലെ, ക്ഷേത്ര നടകളിൽ കൊണ്ട് തള്ളുന്ന, വേസ്റ്റ് കൊണ്ട് കളയുന്ന പോലെ പല പല സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാ നോക്കൂ, നിങ്ങളൊരു വീഡിയോ കണ്ടോ? ഇത് കുറച്ചു കാലം മുൻപ് അല്ലേ, 1-2 മാസങ്ങൾക്ക് മുൻപ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഒരു അധ്യാപികയായിട്ടുള്ള ഒരു സ്ത്രീയാണ് വൃദ്ധയായ അല്ലേ ഒരു അമ്മൂമ്മയോട് പെരുമാറുന്നത് നമ്മൾ കണ്ടു. ഒരു ഏറ്റവും ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിരന്തരം ഒരുപാട്, ഇപ്പോൾ നായക്കൂട്ടിൽ പട്ടിക്കൂട്ടിലൊരു അമ്മേനെ അടച്ചുപോയൊരു മകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മകൻ്റെ ഫോൺ വിളിക്ക് കാത്തിരുന്ന ഒരു അമ്മയുടെ കഥ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനേകം അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ സങ്കടങ്ങളുടെ കഥ പുതിയ കാലത്ത് നമ്മൾ വാർത്തകളിലൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നതാണ്. അത്തരത്തിൽ വൃദ്ധരായ ആളുകൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള, ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് റഫീഖ് അഹമ്മദ്. അപ്പോൾ ആധുനിക കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലേ മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യത്തെയോ വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതിയ തലമുറയുടെ മനോഭാവവുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കവിതയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതും ഒരു വലിയ ചോദ്യമാണ് കേട്ടോ. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത് മേ ബി 6 മാർക്കിനൊക്കെ ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യം കൂടെയാണ്. അപ്പോൾ എഴുതിയതാരാണ്? റഫീഖ് അഹമ്മദാണ്. പുതുമയുള്ള അല്ലെ പുതിയ വിഷയങ്ങളാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകളിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം 1961 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. ഒരുപാട് കൃതികൾ, സ്വപ്നവാങ്മൂലം, പാറയിൽ പണിഞ്ഞത്, ആൾമറ, ചീട്ടുകളിക്കാർ തുടങ്ങി ഒരുപാട് കൃതികൾ ആരെഴുതിയിട്ടുണ്ട്? റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ചലച്ചിത്രങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കേട്ടോ. അദ്ദേഹം ഇപ്പം നമ്മുടെ ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ടോ, സദ്ഗമയ, സ്പിരിറ്റ്, എന്ന് നിൻ്റെ മൊയ്തീൻ, സൂഫി പറഞ്ഞ കഥ, പ്രണയകാലം, എന്ന് നിൻ്റെ മൊയ്തീനിലുള്ള എല്ലാ പാട്ടുകളും അല്ലേ മികച്ച പാട്ടുകളാണ്. അതൊക്കെ എഴുതിയതാരാണ്? റഫീഖ് അഹമ്മദാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് ഇത് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിത. അപ്പോൾ അമ്മത്തൊട്ടിൽ എന്നുള്ള വാക്കിൽ നിന്നും തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കവിതാഭാഗം തുടങ്ങാം. ഓക്കെ, അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കവിത തുടങ്ങാം. ഓക്കെ, അപ്പോൾ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 അല്ലേ നമ്മളുടെ കേരള സർക്കാരിൻ്റെ 2002 കേരള സർക്കാരിൻ്റെ ശിശുക്ഷേമ വകുപ്പാണ് കുട്ടികൾക്ക് വേണ്ടി, അതായത് അച്ഛനും അമ്മയ്ക്കൊന്നും വേണ്ടാതെ സമൂഹത്തിലേക്ക്, തെരുവിലേക്ക് വലിച്ചെറിയുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഇടം എന്നുള്ള രീതിയിലാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു സംരംഭം, ഒരു പദ്ധതി എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഈ ഇടക്കാലത്തൊക്കെ നിങ്ങൾ വാർത്തയിൽ 1-2 ആഴ്ച മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ, 2 ഇരട്ട കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തത്, അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചത്. അതേപോലെ നല്ല മഴയുള്ളൊരു ദിവസം അതെ, മഴയുള്ള ഒരു ദിവസം എന്ത് ചെയ്തത്, ഒരു പെൺകുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ കുഞ്ഞിന് മഴ എന്ന് പേരിട്ടതൊക്കെ വാർത്തയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ, ടീച്ചറെ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്തു, ടീച്ചർക്ക് ആ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്ത് തന്നിരുന്നു. കാരണം ടീച്ചറുടെ മോളുടെ പേര് മഴ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ശിശുക്ഷേമ വകുപ്പ് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ അമ്മത്തൊട്ടിൽ എന്നുള്ള കവിതയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്
മകൻ എന്ത് ചെയ്യാണ് ആലോലിച്ച് അത്രയും വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു മകൻ എന്ത് ചെയ്യാണ് അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തുന്ന യാത്രയെക്കുറിച്ചാണ് അമ്മത്തൊട്ടിൽ എന്നുള്ള കവിതയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അമ്മത്തൊട്ടിൽ എന്നുള്ള വാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥമാണ് എന്ത് നമ്മളുടെ കവിതയുടെ ആശയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ കവിതയിലുള്ള കുറച്ച് വരികൾ. ഇപ്പം എന്താണ് കവിത എന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് വരികൾ കേട്ടോ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് വരികൾ എന്ത് ചെയ്യാം ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വരിയിൽ എങ്ങനെയാണ്, പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞ് മടങ്ങിയിരുന്നമ്മ അല്ലേ. അപ്പോൾ എങ്ങോട്ടോ പോവാണ് അല്ലേ, കാറിലാണ് പോകുന്നത്. അപ്പോൾ അമ്മ എവിടെ ഇരുത്തണേ, പിൻസീറ്റിലാണ്. അപ്പോൾ അതെന്നെ ആലോചിച്ച് നോക്കുക അല്ലേ, ജീവിതത്തിൽ നമ്മളെയൊക്കെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ ഓടി 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 നിന്ന അമ്മമാരൊക്കെ എവിടെയാണ്, ജീവിതത്തിൽ അവർ ഒരുപാട് പുറകിലാണ് അല്ലേ. അപ്പോൾ അമ്മ എവിടെ ഇരുത്തണേ, പുറകിലാണ് ഇരുത്തുന്നത്. ടൂറ് പോകുന്നല്ല, ട്രിപ്പ് പോകുന്നല്ല മകൻ. ഈ അമ്മ എന്ത് ചെയ്യാണ്, ഉപേക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അല്ലേ. അപ്പോൾ അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ്, ആദ്യത്തെ 4 വരികളിൽ പറയുന്നത് അമ്മയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അമ്മയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച്. അമ്മ നല്ല ജിങ്കാലാലയൊക്കെ പാടിയിരിക്കുന്ന അവസ്ഥയാണോ അല്ലേ, ഭയങ്കര ഹാപ്പി മൂഡിലാണോ അമ്മ ഉള്ളത്? അല്ല, എത്ര നേരെ ഇരുത്താൻ ശ്രമിച്ചിട്ടും ഓരം ചരിഞ്ഞ് മടങ്ങിയിരുന്നമ്മ. അപ്പോൾ വൃദ്ധരായ ആളുകളൊക്കെ അറിയാം അല്ലേ, അവർ ഓൾറെഡി എന്ത് ചെയ്യും, ഒന്ന് വളയും അല്ലേ, ശരീരമൊക്കെ ഒന്ന് വളഞ്ഞിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ വളഞ്ഞിട്ടുള്ള അമ്മ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മടങ്ങി ഇരിക്കാൻ പോലും വയ്യടാ, അത്രയും എന്താണ് പ്രായാധിക്യം അല്ലെ, പ്രായം കൊണ്ട് അത്രയും ക്ഷീണം അല്ലേ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് അമ്മ ഉള്ളത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു മകൻ, നേരെ ഇരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചെരിഞ്ഞ് അമ്മ വീണ്ടും എന്ത് ചെയ്യുന്നു, മടങ്ങിയിരിക്കുകയാണ് അല്ലേ. നീരുറ്റ് വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അമ്മയുടെ കൈകൾ എങ്ങനെയാണ്, നീരൊക്കെ വറ്റി വരണ്ടടാ. അതെന്തുപോലെയാന്നാ പറയുന്നത്, ചുള്ളിക്കമ്പുകൾ പോലെ. ചുള്ളിക്കമ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ബലമുണ്ടാവുമോ ചുള്ളിക്കമ്പിന്? അല്ല, നമ്മൾ ടക്ക് നാക്കുമ്പോഴേ പൊട്ടിപ്പോവും അല്ലേ. അപ്പം അത്രയും എന്താണ്, അത്രയേ ഉള്ളൂ ചുള്ളിക്കമ്പുകൾ. അതുപോലെ അമ്മേൻ്റെ ശരീരം എന്ന് പറയുന്നത് കൈകൾ അല്ലേ, അതിങ്ങനെ ചോരയും നീരും ഒക്കെ വറ്റി അല്ലേ, അതിങ്ങനെ ചുള്ളിക്കമ്പ് പോലെ ആയിപ്പോയിട്ടുണ്ട്. ആ കൈകൾ അമ്മ എന്ത് ചെയ്യുന്നു, നീരാതെ അല്ലേ ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും അല്ലേ. അപ്പം അമ്മ മകനോട് ചോദിക്കുന്നില്ല, എവിടെയാ മോനെ പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നൊന്നും അമ്മ എന്ത് ചെയ്യുന്നില്ല, മകനോട് ചോദിക്കുന്നില്ല. ഒരു പക്ഷേ മകനായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരിക്കാം അല്ലേ. അമ്മയെ കൊണ്ടുപോയി കളയാൻ പോകുന്നത് സ്ഥിരം ഒരു കലാപരിപാടിയാണ് എന്ന് നമ്മളുടെ കവിതയിൽ തന്നെ പറയുന്നുണ്ട് അവസാനം. ഓക്കെ, അപ്പം മേ ബി അത് അറിയാവുന്നതുകൊണ്ട് അമ്മ എന്ത് ചെയ്തില്ല, എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നൊന്നും അമ്മ ചോദിച്ചിട്ടില്ല അല്ലേ. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. അമ്മയുടെ കണ്ണുകൾ എങ്ങനെയാണ്, കണ്ണുകളൊക്കെ മങ്ങിപ്പഴകി അതൊരു പിഞ്ഞാണവർണ്ണമായി മാറി അല്ലേ. പിഞ്ഞാണെന്ന് പറയുന്നത്, ടീച്ചർ ഒരു ചിത്രം വരച്ചു തരാം, ഞാൻ നന്നായിട്ട് വരയ്ക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഓക്കെ, എൻ്റെ ചിത്രത്തെ പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നല്ല എല്ലാ കഴിവുകളുമുള്ള ഒരാളാണല്ലേ ഞാൻ, നന്നായിട്ട് പാടും ചിത്രമൊക്കെ വരച്ച്, എന്തോ എന്നെക്കൊണ്ട് വയ്യ എനിക്ക്. അപ്പോൾ ഇത് പിഞ്ഞാണ പാത്രമാണ്, അതായത് ഉള്ളു കുഴിഞ്ഞിട്ടുള്ള നമ്മളുടെ കറിയൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ. അപ്പോൾ അതിനോട് കണ്ണുകളെ എന്ത് ചെയ്യാണ്, സാമ്യപ്പെടുത്തുകയാണ്. അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം എന്താണ്, ഈ പാത്രമേ വാങ്ങുന്ന സമയത്ത് ഭയങ്കര ഷൈനിങ് ആയിരിക്കില്ലടാ, നല്ല തിളക്കമായിരിക്കില്ലേ. അതിങ്ങനെ ഉപയോഗിച്ച് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെടുകയാണ് അല്ലേ. അതുകൊണ്ടാണ് മങ്ങി പഴകിയ പിഞ്ഞാണപാത്രത്തിൻ്റെ നിറം പോലെ ആയിപ്പോയി അമ്മയുടെ കണ്ണുകൾ അല്ലേ. അപ്പോൾ ഒരു കാലത്ത് അമ്മയെ മകൻ അത്രയും ഉപയോഗിച്ച് കഴിഞ്ഞു. അമ്മയുടെ എന്താ പറയുക, മകൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പൈസ ഉണ്ടാക്കാനും അതേപോലെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കാനും, അങ്ങനെ അമ്മയുടെ ആവുന്ന കാലത്ത് അമ്മയുടെ ജീവനും ചോരയൊക്കെ ആർക്ക് വേണ്ടി ഉപയോഗിച്ചാണ്, മകന് വേണ്ടിയിട്ടില്ലേ. അങ്ങനെ തിളക്കമുള്ള കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അമ്മ എന്ത് ചെയ്തു, മകന് വേണ്ടാതായി അല്ലേ. അപ്പം അങ്ങനെയുള്ള കണ്ണുകൾ അല്ലേ, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവർ അല്ലേ. അപ്പം അങ്ങനെ അമ്മ എന്ത് ചെയ്യാണ്, ഈ പാടയും പീളയൊക്കെ മൂടിയിട്ടുള്ള കണ്ണുകൾ എന്ത് ചെയ്യുന്നു, ഏറെ പണിപ്പെട്ട്. നമ്മളെല്ലാവരും ഒന്ന് കണ്ണടച്ച് തുറന്നു നോക്കിയേ. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ മക്കളോട് പറയുന്നതാണ് അല്ലേ. നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ണടച്ച് തുറക്കുക എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷേ ഈ അമ്മൂമ്മയ്ക്ക് എന്ത് ചെയ്യുന്നില്ലടാ, അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഏറെ പണിപ്പെട്ട എന്ത് ചെയ്യുന്നത്, കണ്ണുകൾ അടച്ചു തുറക്കുന്നത് അല്ലേ. അപ്പോൾ അത്ര പോലും എന്ത് ചെയ്യുന്നു, ശാരീരികമായിട്ട്
അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ്, വയ്യാത്ത അവസ്ഥയിൽ കൂടെയാണ് അമ്മൂമ്മ കടന്നു പോകുന്നത് അല്ലേ. ആ അമ്മൂമ്മേനെയാണ് ഈ മകൻ എന്ത് ചെയ്യുന്നത്, കളയാൻ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കുക അല്ലേ. അപ്പോൾ ആദ്യം തന്നെ മകൻ എവിടെയാണ് കളയാൻ കൊണ്ടുപോകുന്നത്? വിജനമായ ഒരു തെരുവ് വീഥിയിലാണ് അല്ലേ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു അല്ലേ. അപ്പോൾ കൊണ്ടുപോകുന്നത് ഒരു നഗരത്തിൽ ഒരു മാളിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ ആകാശഗോപുരം, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഗോപുരം കൊട്ടാരങ്ങളാണ്. ആ ഗോപുരങ്ങൾക്ക് താഴെ തെരുവ് എന്ത് ചെയ്യാണ്, നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു അല്ലേ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അർദ്ധരാത്രി ആവും അല്ലേ നമ്മളെ നഗരങ്ങളൊക്കെ ഉറങ്ങാൻ. അപ്പം അതൊക്കെ അടുക്കും ചിട്ടയായിട്ട് എടുത്തു വെച്ച് നാളേക്ക് വീണ്ടും എന്ത് ചെയ്യണം, ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യാണ്, റെസ്റ്റ് എടുക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു വലിയ മാൾ ആര് കണ്ടുപിടിക്കുകയാണ്, മകൻ കണ്ടുപിടിക്കുകയാണ്. അമ്മേനെയും കൂട്ടി മാള് പോകാൻ വേണ്ടിച്ചല്ല, അവിടെ എവിടെയെങ്കിലും അമ്മയെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാൽ എന്നോർത്തു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ മാള് കാണുകയാണ്, അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. പെരുമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈശ്വരൻ എന്നുള്ളൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കാലത്ത് നമ്മളെല്ലാം ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കിലാണ് അല്ലേ. പണമാണ് എന്തിൻ്റെ അടിസ്ഥാനം, പുതിയ കാലത്ത് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാം നേടിക്കഴിഞ്ഞിട്ടും അമ്മ എന്ത് ചെയ്യാണ്, ഒന്നിനും വയ്യാത്ത അമ്മയെ ഉപേക്ഷിക്കുകയാണ് അല്ലേ. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ എന്ത് ചെയ്യുന്നത് അല്ലേ. അതിനു മുമ്പിൽ ഒരു മനുഷ്യത്വവും മനുഷ്യനില്ല അല്ലേ. പണം മാത്രം വിചാരിച്ചിട്ട് ഓടുകയാണ്, ഒരു ബന്ധവുമില്ല, മൂല്യമില്ല. അമ്മയായാലും ശരി, അച്ഛനായാലും ശരി അല്ലേ. ഉപകാരമില്ലെങ്കിൽ എന്ത് ചെയ്യുക, വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, പുതിയ അല്ലേ തലമുറ മാറിയിരിക്കുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പരും മാളിൻ്റെ അല്ലേ, ഈ വലിയ മാളിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കിയാലോ എന്ന് ആരാലോചിക്കുകയാണ്, മകൻ ആലോചിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ പെറ്റുകിടക്കും തെരുവ് പട്ടിക്ക് എന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു, ഒരു പ്രസവിച്ച പട്ടി ഉണ്ടായിരുന്നു അല്ലേ. പ്രസവിച്ചൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി എന്ത് ചെയ്യാണ്, ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ ചാടി കുതിക്കുകയാണ് അല്ലേ. പ്രസവിച്ച് കിടക്കുന്ന ജീവികൾ, ഇപ്പോൾ പട്ടിയായാലും പൂച്ചയായാലും എന്താണെങ്കിലും അവർക്ക് വല്ലാത്ത ശൗര്യമായിരിക്കും അല്ലേ. കാരണം എന്താ, തങ്ങളുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ വന്നത്, എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മൃഗങ്ങൾ അല്ലെങ്കിൽ പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പട്ടി പൂച്ച ഇത്യാദികളുടെ അല്ലേ സ്നേഹക്കടികളൊക്കെ കിട്ടിയിട്ടുള്ള, സ്നേഹചുംബനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബിലോ കേട്ടോ. ഓക്കെ. അപ്പോൾ പെറ്റുകിടക്കും തെരുവ് പട്ടിക്ക് എന്തൊരൂറ്റം കുതിക്കുന്നു അല്ലേ. അപ്പം ഇവിടെ 2 തരത്തിലുള്ള ബിംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. 2 അമ്മമാരുണ്ട് ഇവിടെ അല്ലേ. ഒരമ്മ ആരാണ്, ഈ പട്ടിയമ്മയാണ് അല്ലേ, തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പട്ടിയാകുന്ന അമ്മ അല്ലേ. രണ്ടാമത്തെ ആരാണ്, സ്വന്തം മകനാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മയാണ്. ഇങ്ങനെ 2 അമ്മമാരെ എവിടെ കാണാൻ പറ്റൂടാ, നമുക്ക് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം കൂടെയാണ്. ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ. ഇനി എങ്ങോട്ടാണ് പോകുന്നത്, മാളിൻ്റെ അടുത്ത് പട്ടീനെ കണ്ടപ്പോൾ അവിടെ എന്തായാലും അമ്മേനെ കളയാൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഇനി പോകുന്നത് ജില്ലാശുപത്രിയുടെ അടുത്തേക്കാണ് അല്ലേ. ജില്ലാശുപത്രിക്കരികിൽ ഒരേ ഒരു രാക്കട മാത്രം, ഉറക്കച്ചടവുമായി 2-3 ആളുകൾ ഉണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരിരുളിടം അല്ലേ. ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ് അല്ലേ. ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു രാക്കട, രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താണ്, അതിൻ്റെ പുറകിൽ ഒരു ഇരുട്ടുള്ള സ്ഥലമുണ്ട്. നമ്മൾ ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ദുരൂഹതയുടെ അല്ലെങ്കിൽ ഒരു നിഗൂഢതയുടെ ഒക്കെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ ഇരുട്ടിന് പറയുക അല്ലേ. സിനിമകളിലും സാഹിത്യത്തിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഇരുട്ട് എന്ന് പറയുമ്പോൾ ഈ മകൻ്റെ മനസ്സിലുള്ള ആ ഒരു ആ ദുഷ്ടതയുമായിരിക്കാം കവിയുടെ ഇരുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇരുട്ടിൽ എന്ത് ചെയ്യാം, അമ്മയെ കളയാം എന്ന് ആലോചിച്ച് മകൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞു പോയി അല്ലേ. അങ്ങനെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ പടികളിൽ എന്ത് ചെയ്യാണ്, എന്തോ തടഞ്ഞു പോവുകയാണ് അല്ലേ. തടഞ്ഞു വീഴാൻ പോവാണോ, എന്താ തടഞ്ഞു പോകുന്നതെന്നറിയാമോ, ഓർമ്മകളാണ് തടഞ്ഞു പോകുന്നത് കേട്ടോ. എന്തോർമ്മകളാണ്, പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് അപ്പടി ഓരോന്ന് കയറി കിതച്ചതും എന്ത് ചെയ്യാണ്, മകൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഓർമ്മകളിലേക്ക് വരികയാണ്. ഓക്കെ. പണ്ട് കുഞ്ഞായ സമയത്ത് പനിച്ചതും ആ സമയത്ത് അമ്മ ഇങ്ങനെ വാരി പുണർന്ന് അല്ലേ നെഞ്ചൂട് ചേർത്ത് വെച്ച് വേവലാതിയായിരിക്കും അല്ലേ അമ്മമാർക്ക് അല്ലേ. നമ്മളൊക്കെ വീടുകളിൽ അങ്ങനെയല്ലേ, ഒരിക്കലും പനിക്കാത്ത അസുഖങ്ങളൊന്നും വരാത്ത വിഭാഗം ആളുകളാണ് ആര്, അമ്മമാർ എന്ന് പറയുന്നത് അല്ലേ. അവർക്കൊരിക്കലും എന്തുണ്ടാവില്ല, ഒരു തരത്തിലുള്ള വയ്യായികകളും ഉണ്ടാവില്ല അല്ലേ. അവരെപ്പോഴും നമ്മളെ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഓടിക്കൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത് അല്ലേ. പറയപ്പെടുന്നതല്ല, നമ്മളൊക്കെ അത് ജീവിതത്തിൽ കാണുന്നതാണ് അല്ലേ. അപ്പോൾ
അപ്പോൾ ഈ അമ്മയ്ക്ക് കുഞ്ഞിന് പഠിക്കുമ്പോൾ ഒക്കെ അമ്മമാർക്ക് സങ്കടമാണ്, ടെൻഷനാണ്, ആദിയാണ് അല്ലേ. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ എടുത്ത് ഈ പടി ഓരോന്ന് കയറി കിതച്ചതിൻ്റെ വേദന ആരും ഓർക്കുകയാണ്, ഓർമ്മ ആരും ഓർക്കുകയാണ്, ഈ മകൻ ഓർക്കുകയാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീച്ചൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി അല്ലേ. അന്ന് സൂചി വെച്ചതിൻ്റെ വേദന അല്ലേ. അന്ന് പനിച്ചപ്പോൾ അമ്മ എടുത്ത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അന്ന് ഡോക്ടർ പനിമാറാൻ വേണ്ടി വെച്ച സൂചിയുടെ വേദന മനസ്സിൽ കൂടെ ഇപ്പോൾ കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റബോധമായിട്ട് അല്ലേ. അങ്ങനെയുള്ള അമ്മേനെയാണല്ലോ ഞാൻ കളയാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കുറ്റബോധം ആരുടെ മനസ്സിൽ വരികയാണ്, മകൻ്റെ മനസ്സിൽ വരികയാണ് അല്ലേ. എന്നിട്ട് ഈ മകൻ എന്ത് ചെയ്യുന്നുണ്ടോ, ഈ അമ്മയെ കളയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടുന്ന് പിന്നീട് എവിടേക്കൊക്കെ പോകുന്നുണ്ട്, സ്കൂളിൽ കൊണ്ടുപോയി കളയാൻ ശ്രമിക്കുന്നുണ്ട്, അവിടുന്ന് കോവിലിൽ കൊണ്ടുപോയി കളയാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയെ വീണ്ടും കളയാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. എന്നിട്ടോ ഇതൊക്കെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മകൻ പറഞ്ഞും വെക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ ആരടയാളപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ റഫീഖ് അഹമ്മദ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിലൂടെ എന്ത് ചെയ്തിരിക്കുന്നത്, അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം രസകരമായ രീതിയിൽ അല്ലേ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്ക് പഠിക്കണം. മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ, മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നേരത്തെ ടീച്ചർ പറഞ്ഞു വെച്ചതുപോലെ നമ്മളുടെ അല്ലേ അസ്ത്ര 3.0 എന്ന് പറയുന്ന നമ്മളുടെ പുതിയ റിവിഷൻ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, മക്കളെല്ലാവരും അഡ്മിഷൻ എടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂട്യൂബ് ക്ലാസ്സിൽ വരെ നമ്മൾ ഇത്ര അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ ക്ലാസ്സും, എല്ലാ ടീച്ചേഴ്സും, എല്ലാ ക്ലാസ്സുകളും അല്ലേ ഒന്നിനൊന്നോട് അടിപൊളിയായിട്ട് നിൽക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അത്രയും നല്ല ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ആപ്പുകളിലും അല്ലെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ചൊക്കെ എത്ര അടിപൊളിയായിരിക്കും. ഇതുപോലെ അടിപൊളിയായിരിക്കില്ലേ, ഇതിനേക്കാൾ കൂടിയാലല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടുത്താതെ വേഗം തന്നെ എന്ത് ചെയ്യുക, മക്കളെല്ലാവരും അല്ലേ നിങ്ങളുടെ അഡ്മിഷനൊക്കെ ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ബൈ.